പുണ്യ റബീഇലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാണ് ഇന്നല്ലേ. ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ സഹോദരിമാരാണെങ്കിൽ ളുഹർ നിസ്കരിച്ചിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പോലെ ഒരു യാസീൻ ഓതാൻ പറ്റുമോ? ഒരു യാസീൻ എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ആ യാസീൻ ഓതിയാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അള്ളാഹു അത് നിറവേറ്റിത്തരും. 2, സാമ്പത്തികമായ എത്ര വലിയ പ്രയാസവും നീക്കി അള്ളാഹു അഭിവൃദ്ധി നൽകും. 3-മത്തേത്, ഭക്ഷണത്തിന് വേണ്ടി ഒരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അങ്ങ് പിടിച്ചുയർത്തും. അപ്പോൾ കൃത്യമായ നിയ്യത്തിൽ സൂറത്ത് യാസീൻ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയണം. അതുമാത്രമല്ല, യാസീൻ നമ്മൾ നിയ്യത്ത് കറക്റ്റാക്കി ഓതിക്കഴിഞ്ഞാൽ വമ്പൻ 5 മഹത്വങ്ങളുണ്ട്. അതൊന്നും മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യണം. സംഗതി നമ്മളൊക്കെ യാസീൻ ഓതാറുണ്ട് ഉസ്താദേ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഊതുമ്പോഴാണ് പ്രതിഫലം ആസ്വദിക്കാൻ കഴിയുക, പ്രതിഫലം ലഭിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റബീഇലെ മനോഹരമായ വെള്ളിയാഴ്ച, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിങ്ങനെ നേരിട്ട് വീക്ഷിക്കുന്ന മനോഹരമായ നിമിഷം, ഹബീബായ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് മനോഹരമായി ഒരു യാസീൻ പഠിക്കണം. വെറുതെ ഓതിയാൽ പോരാ, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ യാസീൻ ഓതണം. ജുമഅക്ക് ശേഷം, സഹോദരിമാരാണെങ്കിൽ ളുഹറിന് ശേഷം, ഒന്നുകിൽ പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലിരുന്ന് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി പറ്റുന്നില്ല വീട്ടിൽ വന്നിട്ടാണെങ്കിലും ചെയ്യാം. വേറെ ദുന്യവിയായ സംസാരങ്ങളിലേക്കൊന്നും പോകാതെ ഇതിലേക്ക് ഏർപ്പെടുക. അതുപോലെ സ്ത്രീകളാണെങ്കിൽ എന്തായാലും ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് ഇത് ചെയ്യാം. ഒരു യാസീൻ എങ്ങനെ അത് ഓതണം? നമ്മൾ ഈ പറയുമ്പോൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു എത്ര വലിയ ആവശ്യവും സാധിപ്പിച്ചു തരും, എത്ര വലിയ സാമ്പത്തിക പ്രയാസവും നീക്കിത്തരും, എത്ര വലിയ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ ഉയർത്തും. അപ്പോൾ ഇത് ചൊല്ലുന്നതിന് മുമ്പ് കൃത്യമായ നിയ്യത്ത് വേണം, ഇല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എങ്ങനെയാണ് ആ യാസീൻ ഓതുന്നത് എന്ന് നമുക്ക് പഠിക്കണം. അതിനു മുൻപ് സൂറത്ത് യാസീൻ്റെ ചില മഹത്വങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ആ മഹത്വം പഠിച്ചിട്ട് പിന്നെ ഈ യാസീൻ നമുക്കൊന്ന് ഓതാൻ പഠിക്കണം. അതിലും കുറേ കാര്യങ്ങൾ ചേർത്ത് പറയാനുണ്ട്, അതിലേക്ക് ലാസ്റ്റ് വരാം. ഇപ്പോൾ സൂറത്ത് യാസീൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 മഹത്വങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് നമ്മളൊക്കെ കേട്ടവരാണ്. സൂറത്തു യാസീൻ ലിമാ ഖുരി അല, നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാലും അള്ളാഹു അത് നടത്തിത്തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ കുറേ ഓതിയിട്ടുണ്ട് ഉസ്താദേ, നടന്നില്ല എന്നാണ്. നമ്മുടെ ഇഖ്ലാസ് അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇഖ്ലാസാണ് ഏറ്റവും പ്രാധാന്യം. അള്ളാഹു അങ്ങനെ ഇഖ്ലാസിൽ ഓതാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം സ്വാവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച ചില മഹത്വങ്ങൾ പറയട്ടെ. ഒന്നാമത്തേത്, മൻ ഖറഅഹാ സ്വബാഹൻ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ. ഒരാൾ രാവിലെ, ഇപ്പോൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഒരു യാസീൻ ഓതിയാൽ വൈകുന്നേരം വരെ അവനും അവൻ്റെ കുടുംബത്തിലൊക്കെ സന്തോഷമായിരിക്കും എന്നാണ്. ഞാനൊക്കെ ഓതാറുണ്ട് രാവിലെ, പക്ഷെ ഞങ്ങൾക്കൊന്നും സന്തോഷമില്ല. ഓത്തിൻ്റെ ഗുണമാണ്. ഏതായാലും ഇമാമിങ്ങൾ കളവ് പറയില്ലല്ലോ. ഓത്തിൻ്റെ ഗുണം നമ്മുടെ കുഴപ്പമാണോ യാസീൻ്റെ കുഴപ്പമാണോ? കുഴപ്പം നമുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ റെഡിയായാൽ മതി. അപ്പോൾ അത് മാത്രമല്ല, മൻ ഖറഅഹ മസാഅൻ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ. രാത്രിയിൽ ആരെങ്കിലും യാസീൻ ഓതിയാൽ നേരം വെളുക്കണത് വരെ സന്തോഷമായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ പ്രശ്നങ്ങളില്ല, കുടുസില്ല, ടെൻഷനില്ല, ഭയങ്കര സമാധാനമായിരുന്നു. എന്താ കാരണം? ഇത്തരം ആത്മീയമായ കാര്യങ്ങളൊക്കെ അവർ പതിവാക്കിയിരുന്നു. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു യാസീൻ, മരുബിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു യാസീൻ. അത് വല്ലാത്ത ആത്മീയതയോടെ നല്ല ഭയഭക്തിയോടുകൂടി ഓതിയപ്പോൾ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്തിറക്കി കൊടുത്തുന്നേ.
അപ്പോൾ നമ്മളിത് പതിവാക്കുക. രണ്ടാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ മൻ ഖറഅഹ വഹുവ അലാ സകറാത്തിൽ മൗത്ത് ലം യഖ്ബിദ് മലക്കുൽ മൗത്ത് റൂഹഹു ഹത്താ യറാ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ്. മരണത്തിൻ്റെ വേളയിൽ മരിക്കാറായി എന്ന് തോന്നിക്കഴിഞ്ഞ ഒരാൾ അവനെ കൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ യാസീൻ ഓതുക. അങ്ങനെ ആ സമയത്ത് എന്തായാലും ഇഖ്ലാസ് ഉണ്ടാവുമല്ലോ, കാരണം മരണമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓതിക്കഴിയുമ്പോൾ അസ്രായിൽ അവൻ്റെ റൂഹ് പിടിക്കൂല. ആ റൂഹ് പിടിക്കും മുമ്പ് അവൻ ആരെ കാണും? സയ്യിദുന റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം, സ്വർഗം കാക്കുന്ന മലക്കിനെ കാണും. ആ മലക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്വർഗീയ പാനീയം കുടിച്ചിട്ടേ അസ്രായിൽ അലൈഹി സ്വലാം അവൻ്റെ റൂഹ് പിടിക്കുള്ളൂ എന്നാണ്. ചിരിച്ചങ്ങ് മരിക്കാം. എന്തൊരു സന്തോഷമായിരിക്കും അതില്ലേ. അപ്പോൾ സക്കറാത്തിൻ്റെ ഹാലിൽ യാസീൻ ഓതുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി ഓതാൻ പറ്റാത്ത രോഗികളുണ്ടെങ്കിൽ നമ്മൾ ഓതിക്കൊടുക്കുക. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ്, അതിന് രണ്ടർത്ഥമുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. മരണാസന്നരായി കിടക്കുന്ന രോഗിയുടെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതുക, അതുപോലെ തന്നെ മരിച്ചവരുടെ അടുക്കലും നിങ്ങൾ യാസീൻ ഓതുക. രണ്ടർത്ഥവും അതിനുണ്ട്. ഇപ്പോൾ മരണാസന്നനായ രോഗിയുടെ അടുക്കൽ യാസീൻ ഓതുമ്പോൾ വളരെ ശബ്ദം കുറച്ച് ഇടങ്ങേറില്ലാത്ത രീതിയിൽ പതിയെ ഓതണം. കാരണം അവിടെ മലക്കുകൾ ഇറങ്ങും, റഹ്മത്തിൻ്റെ മാലാകമാർ വരും. അവരുടെയൊക്കെ കാവലിൽ മനോഹരമായ മരണം ആ മനുഷ്യന് കിട്ടും. പുത്തൻവാദികൾക്ക് അത് കിട്ടൂല, ഈമാനുള്ളവർക്ക് കിട്ടും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതുപോലെ തന്നെ മരിച്ച വ്യക്തിയുടെ മേൽ സൂറത്ത് യാസീൻ ഓതുക. എന്നിട്ട് അവരുടെ ഖബറിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിനോട് ദ്വാരക്കുക. അത് അവരുടെ ഖബറിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യമാകുമെന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു മഹത്വം എന്താണ്? തദ്ഫഉ അൻ സ്വഹിബിഹാ കുല്ല സൂഇൻ തഖ്ദീലഹു കുല്ല ഹാജ. അവന് എന്നും യാസീൻ പതിവാക്കുന്ന മനുഷ്യനാണെങ്കിൽ അവന് തൊട്ട് അപകടങ്ങൾ തടയപ്പെടും. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആക്സിഡൻറ്റുകൾ, അവനും അവൻ്റെ കുടുംബത്തിനൊക്കെ കാവലാന്നേ. മാത്രമല്ല ആഗ്രഹം അല്ല പൂർത്തീകരിച്ചു കൊടുക്കും. അപ്പോൾ ഏത് ആഗ്രഹത്തിലാണോ അവൻ യാസീൻ ഓതുന്നത് ആ ആഗ്രഹങ്ങൾ അല്ല പൂർത്തീകരിച്ചു കൊടുക്കും. നാലാമത്തേത് മൻ ഖറഅ യാസീൻ ഫീ ലൈല ഇബ്തിഗാഅ വജ്ഹില്ല ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല. യാ അല്ലാഹ്, ഒരാൾ രാത്രിയിലെ വേറെ കടം വീടാനോ മക്കളെ കെട്ടി ഇതിനൊന്നുമല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഓതുക. എനിക്ക് പടച്ചോനെ നിൻ്റെ തൃപ്തി വേണം അല്ലാഹ്, നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് പടച്ചോനെ ഞാൻ ഈ ഓതണത്. യാസീൻ ഓതിയാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രി തന്നെ അവൻ്റെ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹ് അങ്ങ് പുറത്തു കൊടുക്കും. അത്രേ. സുബ്ഹാനല്ലാഹ്. ഇപ്പം രാത്രിയിൽ ഓതുന്ന സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി അങ്ങ് ഓത്. അള്ളാഹ്ക്ക് വേണ്ടി ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം അള്ളാഹ് ഏറ്റെടുത്ത് നമ്മളങ്ങ് ഹാപ്പി ആക്കുമെന്നേ. പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. ഇനി അഞ്ചാമത്തത് മൻ ദഖലൽ മഖ്ബറ ഫഖറഅ യാസീൻ. ഒരാൾ പള്ളിക്കാട്ടിൽ കടന്നു, പള്ളിക്കാട്ടിൽ സിയാറത്തിന് പോയി, മഖ്ബറയിൽ സിയാറത്തിന് പോയിട്ട് അവിടെ നിന്നൊരു യാസീൻ ഓതിയാൽ, അവിടെ ഖബറാളികൾക്ക് അത് ഹദിയ ചെയ്താൽ, എൻ്റെ വാപ്പാക്കും മകൂന്ന് മാത്രമല്ല മൊത്തം ഖബറാളികൾക്ക് ഹദിയ ചെയ്താൽ അവർ ഖബറിൽ അനുഭവിക്കുന്ന അദാബുകൾ എത്രയാണോ അതൊക്കെ ദൂരീകരിക്കപ്പെടും. അപ്പോൾ ഡെയിലി യാസീൻ ഓതാൻ പോയാലോ? അപ്പം അങ്ങനെയുള്ള മക്കളെ കിട്ടിയ വാപ്പായുമായി എത്ര ഭാഗ്യവാന്മാരാണ്. ഇനി പള്ളിക്കാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സഹോദരിമാർ വീട്ടിൽ നിന്ന് ഓതിയാൽ മതി. ഓതിയിട്ട് ഹദിയ ചെയ്യുക നിങ്ങൾ. പടച്ചോൻ ഇതിൻ്റെ മിസ്ൽ സവാബ് എൻ്റെ വാപ്പാടെയും ഉമ്മാടെയും ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഖബറിലേക്ക് നീ എത്തിക്കണേ അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്ര മഹത്വം ഇതൊന്നുമല്ല, ഈ 5 മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടൊന്ന് ഓതാൻ നമ്മൾ ശ്രമിക്കണം. ഇനി നമ്മൾ പഠിച്ച അല്ലെങ്കിൽ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്കൊന്ന് വരാം. പഠിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് വരാം അല്ലേ. ഇന്ന് പുണ്യ റബീയിലെ വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചയും, റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ശേഷം ഒരു യാസീൻ, ഒരൊറ്റ യാസീൻ നിങ്ങൾ ഓതണം. നമ്മൾ നേരത്തെ പറഞ്ഞു പള്ളിയിലാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ല വേറെ വീട്ടിൽ വന്നിട്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ വീട്ടിൽ, സഹോദരിമാർക്ക് എന്തായാലും ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ സൂറത്ത് യാസീൻ ഓതുക. സൂറത്ത് യാസീനിൽ എത്ര മുബീനുണ്ട്? 7 മുബീനുകളുണ്ട്. എത്ര മുബീനുണ്ട്? 7 മുബീൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഓതേണ്ടത്? സൂറത്ത് ബിസ്മി ചൊല്ലി നല്ല നെയ്യത്തിൽ ഇഖ്ലാസോടുകൂടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങണം. അള്ളാഹ്ക്ക് വേണ്ടി ഓതുന്നു, അതാണ് ഏറ്റവും പരമപ്രധാനം. പടച്ചോന് വേണ്ടി എന്നുള്ള നെയ്യത്തുണ്ടാവുക, ബാക്കിയൊക്കെ സൈഡ്. എന്നിട്ട് ഓതി തുടങ്ങുക. ബിസ്മി ചൊല്ലി ഓതി നല്ല അതബോടുകൂടെ ഇരുന്ന് ഓതി 1ാമത്തെ മുബീൻ എത്തുമ്പോൾ നിർത്തുക. എന്നിട്ട് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. എത്ര തവണ? 3 തവണ. പിന്നെ വീണ്ടും യാസീൻ കണ്ടിന്യൂ ചെയ്യുക. 2ാമത്തെ മുബീൻ വരുമ്പോൾ 3 തവണ സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് 3 തവണ പാരായണം ചെയ്യുക. വീണ്ടും യാസീൻ കണ്ടിന്യൂ ചെയ്യുക. 3ാമത്തെ മുബീൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് അലം നശ്റഹ് സൂറത്ത് 3 തവണ, അലം നശ്റഹ് ലക സദ്റക് 3 തവണ അത് പാരായണം ചെയ്യുക. അവിടെ നിന്ന് തുടങ്ങുക. 4ാമത്തെ മുബീൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് സൂറത്തുൽ ഫാത്തിഹ 3 തവണ പാരായണം ചെയ്യുക. അവിടെ നിന്ന് യാസീൻ ഓതി കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വരിക. എന്നിട്ടോ 5ാമത്തെ മുബീൻ എത്തിക്കഴിഞ്ഞാൽ 3 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എത്ര തവണ? 3 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അവിടെ നിന്ന് യാസീൻ കണ്ടിന്യൂ ചെയ്ത് 6ാമത്തെ മുബീൻ എത്തിക്കഴിഞ്ഞാൽ
അവിടെ നിർത്തിയിട്ടൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് അവൻ്റെ അടിമകൾക്ക് ഒരുപാട് കരുണ ചെയ്യുന്നവനാണല്ലേ. അടിമകൾക്കെല്ലാം കൊടുക്കുന്നതാരാണ്? അള്ളാഹുവാണ്. അവൻ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ അടിമക്ക് കയ്യും കണക്കില്ലാതെ കൊടുക്കും എന്നർത്ഥം വരുന്ന ഈ മനോഹരമായ ദുആ 3 തവണ ചൊല്ലാം. 3 തവണ മനസ്സറിഞ്ഞ് ചൊല്ലാം. എന്നിട്ട് യാസീൻ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ 7ാമത്തെ മുബീൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 3 ചൊല്ലാം. 3 തവണ ചൊല്ലാം. ഏതെങ്കിലും ഒരു സ്വലാത്ത് നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്താകട്ടെ അത് 3 തവണ ചൊല്ലാം. എന്നിട്ടോ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ വസ്സിഅ റിസ്ഖി വുസ്അതൻ ലാ അഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിക്. എന്താണ്? അല്ലാഹുമ്മ വസ്സിഅ റിസ്ഖി വുസ്അതൻ. പടച്ചോനെ, ഞങ്ങളുടെ റിസ്ക്കിൽ നീ വിശാലത നൽകണേ. റിസ്ക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടത് എന്താണോ അതൊക്കെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമാകട്ടെ, വീടാകട്ടെ, കച്ചവടമാകട്ടെ, പാർപ്പിടാകട്ടെ, ഈമാനാകട്ടെ, ഇതിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ലാ അഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിക്. നിൻ്റെ ഒരു പടപ്പിൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു ഗതികേട് നീ വരുത്തല്ലേ പടച്ചോനെ. ഇത് മനസ്സറിഞ്ഞ് ദുആ ചെയ്തിട്ട് ബാക്കി യാസീൻ ഓതി കംപ്ലീറ്റ് ചെയ്യുക. അള്ളാഹിനോട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി ഇങ്ങനെ കേട്ട് അല്ലെങ്കിൽ എഴുതിയെടുത്ത് നമ്മുടെ ലൈഫിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാ കഴിഞ്ഞിട്ട്, സഹോദരിമാരാണെങ്കിൽ ലുഹർ കഴിഞ്ഞിട്ട് ഇങ്ങനെ പതിവാക്കി നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1 ആഗ്രഹങ്ങൾ നടക്കും, 2 സാമ്പത്തിക അഭിവൃദ്ധി, 3 ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി ലഭിക്കും. ഇനി ടെൻഷൻ ഉണ്ടോ? വേണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവർ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കും. മനസ്സിലായോ? അപ്പോൾ ഇഖ്ലാസ് അതിപ്രധാനമാണ്. അപ്പം അങ്ങനെ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സയ്യിദു ശുഹദാ ആരാണെന്നാണ്. ആരാണ് സയ്യിദു ശുഹദാ? വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദില്ലാഹി വസയ്യിദി ശുഹദാഇ. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അല്ലേ? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു സയ്യിദു ശുഹദാ, ശുഹദാക്കളുടെ നേതാവെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാമം കൊടുത്തവരാണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. സയ്യിദു സുഹദാ ആരാണ്? സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദു സുഹദാ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രപഞ്ച പരിത്യാഗികളുടെ നേതാവ്. കമൻറ്റ് ചെയ്യുമല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു വരി ബൈത്തും ചൊല്ലിക്കേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടത്തിന് ഈ സദസ്സ് അള്ളാഹു ഒരു കാരണമാക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. പുണ്യ റബീഇലെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിന്റെ മുൻപിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ കബൂൽ ചെയ്യണേ അല്ലാ.
മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ല. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ല. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഈ കാണുന്ന റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. യാ അല്ലാഹ്, ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ആ ഹദിയ ചെയ്യുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കണയല്ല. ഏത് ലക്ഷ്യത്തിലാണോ ആ പാവപ്പെട്ട ഒരു ഉസ്താദിലേക്ക് ഹദിയ ചെയ്തത്, ആ ലക്ഷ്യങ്ങളൊക്കെ നീ ഹാസുലാക്കണയല്ല. മക്കളെ നന്നാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലയല്ല. പ്രായം ചെന്ന ഉപ്പമാർ പലരും ഇന്ന് വീട്ടിലുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. കച്ചവടത്തിൽ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല. ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല. നീ ചേർത്തു പിടിക്കണയല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, നീ എളുപ്പമാക്കണയല്ല. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിൽ, കുടുംബങ്ങളിൽ, മാതാപിതാക്കളിൽ, ബന്ധുമിത്രാദികളിൽ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരിലുമുണ്ട്. എല്ലാവർക്കും നീ പരിപൂർണ ശിഫാ ആജിലും കാമിലുമായി നൽകണയല്ല. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.